മാവേലിയുടെ യഥാർത്ഥ പേരെന്താണ്? കിരൺ തന്നെ പറയൂ ഫുൾ നെയിം. എനിക്കറിയില്ല, അതല്ലേ ഞാൻ നിന്റെ അടുത്ത് പറയണേ. മഹാബലി എന്നാണ് നമ്മൾ എല്ലാരും വിളിക്കുന്നത്. ഗെയിം എന്ന് പറയുന്നത് പവർ ചലഞ്ച് ആണ്. പ്രോപ്പർട്ടി ഇപ്പൊ വരും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇത് എന്താ സംഭവം? ഗതയല്ലേ? അല്ല ഇതെന്താ സംഭവം? എനിക്ക് മനസ്സിലായില്ല. ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശാന്തിനി എത്തിയിട്ടുണ്ട്. വെറൈറ്റി പേരാണ് സുന. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ രണ്ട് പാരകളുണ്ടല്ലോ. ഈ പാര ഇവർക്കുള്ള പാരയാണ്. ഈ നാളികേരം ഏറ്റവും ആദ്യം ആര് പൊളിക്കുന്നു അവരാണ് വിന്നർ. Your time starts now. അത് തേങ്ങ. ഇതാണ് തേങ്ങ. എനിക്ക് പാരകളായോ മക്കളെ? വേറെ ഓണക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആദ്യമേ. അത് നമുക്ക് തുടങ്ങണം. ഓണക്കളിയാണോ മണ്ടന്മാരെ കാണാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. UPSC ആസ്പിറന്റ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആൻഡ് മികച്ചൊരു ആങ്കറും കൂടി ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ട് പച്ചക്കറി കൊണ്ടുവന്നത് ഓർമ്മയുണ്ട്. പാതളത്തിലേക്ക് വരുന്നുണ്ടോ? സഹായിക്കാൻ അല്ല അവിടുത്തെ മെയിൻ കുക്ക്. എനിക്ക് ഇങ്ങനെ തൊട്ട് നോക്കാമോ? ഒറ്റ കുത്ത്. തൊടാനൊന്നും പാടില്ല. തൊടണ്ട. ഒറ്റത്തേപ്പ്. ഒറ്റ തൊടല്. ഒറ്റ കുത്ത്. വിശ്വനാഥനാദു നേരം തിഗു തകതോ തകതീയ ദിത്തോ ദിത്തോ ദിഗതോ. ഹായ് ഹലോ നമസ്കാരം. സൈന സൗത്ത് പ്ലസ് ഓണ ഒരുക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓണ ഒരുക്കത്തിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 7 സുന്ദരികളും ഒരു സുന്ദരനും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള മാവേലി ഉണ്ട്. അപ്പം മാവേലിനെ കൂട്ടാൻ വേണ്ടി സുന്ദരൻ പോയിരിക്കുകയാണ്. അപ്പം മാവേലി വരുന്നതിന് മുമ്പ് മാവേലിക്ക് വേണ്ടി കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം മാവേലിക്ക് ഇഷ്ടമുള്ളത് പായസമാണല്ലോ. ഓണത്തിന് ഒരു 5 കൂട്ടം പായസമെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കും സദ്യക്കൊക്കെ കൂട്ടുമ്പോഴേ. അപ്പം ഞാൻ വിചാരിച്ചു, ഹലോ മേഘക്കുട്ടി, എന്താണ്? ഞാനേ മാവേലിക്ക് വേണ്ടി പായസം ഉണ്ടാക്കാൻ പോവാ. അപ്പൊ കറക്റ്റ് ഒരാളുടെ സഹായം കൂടി എനിക്ക് വേണമായിരുന്നു. ഇതൊക്കെ അറിയോപ്പോ? ഞാൻ ഭയങ്കര ഞാൻ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കൂടാ. എനിക്കിതൊന്നും അറിയില്ല. അറിയില്ല? പായസം ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ആദ്യമേ പായസം ഉണ്ടാക്കാൻ അറിയാത്ത സമയത്ത് ആദ്യം മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയത്. അപ്പം നിന്നെയും ഞാൻ ഇന്ന് എങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പറ്റുമോ? പഠിക്കാനൊക്കെ പറ്റുമോ? ഇത്ര സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുമോ? ഒന്നുമില്ല പരിപാടി. അപ്പൊ നമ്മുടെ നോക്കാം. പാലും ഒഴിക്കാം. ചൂടായിട്ടുള്ള പാത്രം ഉണ്ട്, നമുക്ക് അതിലേക്ക് പാലൊന്ന് കട്ട് ചെയ്ത് ഒഴിക്കാം. സിമ്പിൾ ആണേ, നോക്കി പഠിച്ചോ. ആരും ഇതുപോലെ പറഞ്ഞുതരാം. നന്നായി. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല മിൽമ പാൽ അങ്ങോട്ട് ഒഴിക്കാം. ഐശ്വര്യമായിട്ടും കട്ട് ചെയ്ത് അറിയാട്ടോ. പിന്നെ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പൊ ഒഴിച്ചാലോ? ഇത് ആദ്യമായിട്ടാണോ? ഞാനിത് കുറെ ഉണ്ടാക്കും. ഞാൻ ഡെയിലി പായസം ഉണ്ടാക്കുമ്പോൾ മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് കൊണ്ടുവരും. മിൽമയുടെ പാൽ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. എനിക്ക് ഇന്ന് മനസ്സിലാവും എത്ര സിമ്പിൾ ആയിട്ട് പായസം ഉണ്ടാക്കാന്ന് ഇന്ന് മനസ്സിലാക്കാം. അപ്പൊ എനിക്ക് വീട്ടിൽ പോയി ഉണ്ടാക്കി കൊടുക്കാം. ഓണത്തിന് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തെന്താ? നന്നായിട്ട് ഇത് തിളക്കണം, ചൂടാവണം. ഓക്കെ, അപ്പൊ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് ചേർക്കാം. ഓക്കെ, പൊടിച്ചാലോ? പൊടിക്കാം. ഇനി ഇതിലേക്ക് ഇതങ്ങ് ഡയറക്റ്റ് ഇട്ടാ മതി. ഒന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് ചേർക്കാം.
കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനിയാണ് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ആണ് മീൻ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് അടി പിടിക്കാൻ പാടില്ല. പാടില്ല. ഇനി കുറച്ചുനേരം ഞാൻ നോക്കും. ഓ സന്തോഷം. ഈ പായസം ഉണ്ടാക്കുമ്പോ കൂട്ട് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതുകൊണ്ട്. ഇതാണ് പരിപാടി. എനിക്ക് വീട്ടിൽ ഇതാണ് എന്റെ പരിപാടി. ഞാൻ ഇളക്കി ഈ ഇളക്കം കൊടുക്കല്ല. മാത്രമേ പോവാറുള്ളൂ. ഇഷ്ടപ്പെട്ട് പായസം ഇതാ. എനിക്ക് പാലട സേമിയം ഒക്കെയാണ്. അപ്പൊ മിൽമക്ക് സേമിയ ഉണ്ട്, പാലട ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന പാലട പാലട പായസാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ആഹാ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാ? ഇത് മാക്സിമം ആയാ മതി. ഇപ്പം ഇതായി കഴിഞ്ഞ പിന്നെ നമുക്ക് നമ്മുടെ മിൽമയുടെ നെയ്യ് ചേർത്ത് ആഡും കൂടി ചെയ്ത പരിപാടി അങ്ങനെ തീർന്നു. സിമ്പിൾ അല്ലേ? സിമ്പിളാ. പക്ഷെ ഇനി എങ്ങാനും ഇത് പാളിപ്പോയാലോ? വേറൊരു വഴിയുണ്ട്. നമുക്കതേ മിൽമയുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് പായസം ഉണ്ടാക്കാൻ അറിയാത്ത, പായസം ഉണ്ടാക്കി കൊളായി പോകുന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട. പായസം കുടിക്കാൻ പൂതി തോന്നുന്ന സമയത്തെ ഇത് വാങ്ങിയാൽ മതി. ഈസി ആയിട്ട് എവിടെയും കൊണ്ടുപോവാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കാം, അല്ലാതെയും കുടിക്കാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. ഈസി അല്ലേ? ഇപ്പൊ എന്നെ പോലുള്ളവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടി ഗിഫ്റ്റ് ആയിട്ട് പിടിച്ചോ. ഓ താങ്ക് ഓക്കെ. ഇനി കൊളായാലും കുഴപ്പമില്ല. കൊളാവില്ല. ആരുണ്ടാക്കണം? മിൽമയുടെ പ്രൊഡക്റ്റ് വെച്ചിട്ടല്ലേ? അപ്പൊ ഇത് ഡബിൾ ആയി. ഇതും Yes. കഴിക്കാം, ഇതും ഇതും കഴിക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഗീ ചേർക്കാം. ഓക്കെ. അതിനായിട്ട് നമുക്ക് മിൽമയുടെ ഗീ തന്നെ വേണം, എങ്കിലേ ടേസ്റ്റ് കൂടൂ. അത് ശരിയാണ്. ടേസ്റ്റും ആ മണവും ഒക്കെ വരുമ്പോ തന്നെ ചേർക്കുന്നോ? പിന്നെന്താ, അതെങ്കിലും ഞാൻ ചെയ്യാം. വീട്ടിൽ പോയി ഈ പായസം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. ഉണ്ടാക്കണം. അതെ. ഇത്ര വിചാരിച്ചു ഇത്ര സിമ്പിൾ ആയിരിക്കുന്ന? ഒരിക്കലും ഇല്ല. ഞാൻ എപ്പോഴും ഓർക്കും ഇവരൊക്കെ പായസം വെക്കാൻ കുറേ പണിയെടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. ഇതാണ് മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ Simple ആയിട്ട് പായസം ഉണ്ടാക്കാം. എന്തോ ഞാൻ പാതാളത്തിന്റെ ഒരു യാത്ര കഴിഞ്ഞ് വരുക. ഓക്കെ. നീ എന്നെ ഇത് ഏത് പാതാളത്തിലോട്ടാടാ കൊണ്ടുപോണത്? ടെൻഷൻ അടിക്കല മാവില് ചില്ലായിട്ടിരിക്കേ. ചില്ലായിട്ടിരിക്കാൻ പറഞ്ഞ് ലാസ്റ്റ് ചില്ലിട്ട് കൂട്ടി കയറി ഇരിക്കേണ്ടി വരുക. ഒരിക്കലും ഇല്ല. ആദ്യം ഞാൻ ഇതിനകത്ത് കയറിയപ്പോൾ ചെറിയൊരു പേടിയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ ചെറിയൊരു ധൈര്യമൊക്കെ കിട്ടി. അല്ല, ഈ വണ്ടിക്കകത്തിരുന്നിട്ട് കുലുക്കമൊന്നും അറിയുന്നില്ല. ഈ റോഡിൽ ഇപ്പൊ കുഴിയൊന്നും ഇല്ലേ? അത് റോഡിലെ കുഴി ഇല്ലാത്തോണ്ടല്ല, വണ്ടി ഒന്ന് മാറി. വണ്ടി മാറിയ? അതെ. ഇതേതാ വണ്ടി? ഇതാണ് നിസാന്റെ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയാ? അതെ. അതായത് 7 സീറ്റർ സെഗ്മെന്റില് ഇത്ര അഫോർഡബിൾ റേറ്റില് വേറെ 7 സീറ്റർ കിട്ടാനില്ല. 7 പേര് കയറില്ല. പിന്നല്ലാണ്ട് മാവില് ബാക്കിലോട്ട് നോക്കിയേ. ആഹാ, അത് കൊള്ളാല്ലേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഇതിന്റെ വില എത്രയാ? ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5.73 ലക്ഷം രൂപയാണ്. ചുമ്മാ? പിന്നല്ലാതെ. ഇനിയിപ്പോ മാവിലേക്ക് ക്ലച്ചും ഗിയർ മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വെറും 10 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്നതാണ്. അത് കൊള്ളാം കേട്ടാ. അല്ല, ഈ നമ്മുടെ പ്രജകൾക്ക് എന്തെങ്കിലും ഓഫറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? നിസാൻ ഇപ്രാവശ്യത്തെ ഓണത്തിന് 10,000 രൂപ ബെനിഫിറ്റ്സ് ആണ് ഓരോ പ്രജകൾക്കും നൽകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു വണ്ടി എടുക്കാന്ന് തീരുമാനിച്ചു. ശരിക്കും? സത്യം. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രജകളും നേരെ വരിക. നിസാന്റെ ഗ്രാവിറ്റി സൂപ്പറാ, എടുത്തു. വണ്ടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നീ തന്നെ എങ്ങോട്ടേ കൊണ്ടുപോകണത്? അവിടെ കുറച്ച് മലയാളി മങ്കുകൾ ഓണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ മാവേലിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഗ്രാവിറ്റി എടുത്ത് ഞാൻ വന്നത്. മലയാളി മങ്കാളാ? ആ, എന്നാ കത്തിച്ചങ്ങോട്ട് വിട്. മലയാളി മംഗളുടെ ഓണാഘോഷം നല്ല തകൃതിയായിട്ട് തന്നെ നടക്കുവാണല്ലോ. ഇതാണ് നമ്മുടെ ഷിജിന മേഘ. നല്ല മണം വരുന്നുണ്ട്. മാവേലിക്ക് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പായസം. ആദ്യമേ പായസമാണോ ഉണ്ടാക്കുന്നത്? വെറൈറ്റി ഞങ്ങൾ അത് പായസമാണ് തരാൻ വേണ്ടി പോകുന്നത്. പായസം ഇഷ്ടല്ലേ? എന്റെ പായസം ഭയങ്കര ശ്രദ്ധിച്ചിട്ടൊന്ന് കഴിച്ചാൽ മതി. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാ, പക്ഷെ പേടിക്കണ്ട. മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. എന്നാ കഴിക്കുന്നത്? ധൈര്യമായിട്ട് കഴിക്കാം.
ഏത് പായസം ഇഷ്ടം? പാലട. പാലടാ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ടേസ്റ്റ് ചെയ്യാം നമുക്ക്. ഇത് ഞാൻ മരുന്ന് അറിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയത്. അതെ, എനിക്ക് അറിയായിരുന്നു മാവേലിക്ക് പാലട ഇഷ്ടം. അതാണ്. ഇവര് വീഴ്ത്താൻ മിടുക്കരാണ്. എല്ലാ വഴികളും ഞങ്ങൾക്ക് അറിയാം. മണം ഇവിടെ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല മണല്ലേ? ഒരു ഗ്ലാസ് എനിക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ. അല്ല, ആദ്യം മാവി. ആദ്യം മാവേലി. ഓക്കെ ഓക്കെ ഓക്കെ. ഈ കൊടയത് പിടിച്ചു. സഹായിക്കും. എന്തെങ്കിലും ഒന്നും പിടിക്കാൻ തരാം. അപ്പൊ ടേസ്റ്റ് ചെയ്യുവാണ്. ഓൾ ദി ബെസ്റ്റ്. കൊതിക്കല്ലേ കേട്ടോ. ഇല്ല പോണ്ട. നീക്കട്ടെ. ആഹാ, മുഖത്തുണ്ട്. അതെ, ആ ഫേസിലുണ്ട്. ഗംഭീരം. സൂപ്പർ. അടിപൊളി. മധുരൊക്കെ അടിപൊളി. എല്ലാം കറക്റ്റ്. എല്ലാം പാകമാണ്. ഷുഗർ ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഈ പാക്കറ്റിലുള്ള മധുരാണ്. എക്സ്ട്രാ ഞങ്ങൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പോകാതിരത്തില്ലേ, ഇതിന്റെ ഒരു 3-4 പാക്കറ്റ് എനിക്ക് തന്നു. എന്തായാലും തന്നെ വിടും. അവിടുത്തെ കാരണം പാതാളത്തിൽ ചെന്നാല് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം. ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ പായസം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ ആളാ, അറിയാത്ത ആളാ. അതെ, ഞാനും പഠിച്ചു. അറിയാത്ത ആളാണ് ഉണ്ടാക്കിയത്. അല്ല, ഞാൻ കൂടെ നിന്ന് സഹായിച്ചിട്ടോ. പാതാളത്തിലേക്ക് വരുന്നുണ്ടോ? സഹായിക്കാം. അല്ല അവിടുത്തെ മെയിൻ കുക്ക് ആവാം. പക്ഷെ ആള് പായസം ഉണ്ടാക്കാൻ പഠിച്ചു. ഇത്ര ഈസി ആയിട്ട് ഈ നമ്മുടെ മിൽമയുടെ പാലട മിക്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾ ഇപ്പഴാ മനസ്സിലാക്കിയേ. അതെ, ഇനിയിപ്പോ ഇത്തവണ ഓണത്തിന് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. ഗംഭീരം. ഞാൻ സൂപ്പർ. ഇത്തവണ പായസം ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് മിൽമയുടെ വക ഒരു വിഷു കൊടുത്താലോ, ഓണം വിഷു കൊടുത്താലോ? പിന്നെ എല്ലാവർക്കും മിൽമയുടെ ഓണാശംസകൾ. ഓണാശംസ. അല്ല ആർജെ, ഈ ഒരു ഉളിയും 2 മങ്കന്മാരും മാത്രമേ ഉള്ളൂ. ഒരുപാട് മങ്കന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. മാവി പിടക്കല്ലേ, സെറ്റാണ്. ഓരോന്ന് കഴിയുമ്പോ ഇപ്പൊ പായസം വന്നില്ലേ, അതെ. ഇനി അടുത്ത് ഇപ്പൊ ഒരു ഒരുപാട് വരാറുണ്ട്. പിന്നെ വരട്ടെ, അതാണ് കാണേണ്ടത്. അപ്പൊ പായസത്തിന് ടിക്ക് വീണു. മാവേലിക്ക് ഇഷ്ടായി. അതെ. അപ്പൊ ഭദ്രമായിട്ട് അത് അടുക്കള കൊണ്ടുവച്ചോ. അപ്പൊ ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് ബാക്കിയുള്ളവരെ വിളിച്ചു തരാം. Yes, ma'am. സന്തോഷായില്ലേ? സന്തോഷമായി. Okay. മൊത്തം കുടിച്ച് തീർക്കല്ലേ കേട്ടോ. ഞങ്ങൾ ആലോചിക്കാം. കുടിക്കാൻ കുറച്ചുകൂടെ വെച്ചേക്കാം. ശരി. ഉരുളി പോയപ്പോ താണ്ടെ കുക്കർ വരും. അത് വെറും കുക്കറല്ല മാവേലി. പിന്നെ ആ, നമുക്ക് കുക്കർ മാത്രമേ ഉള്ളൂ. കുക്കർ മാത്രം, സാധാ കുക്കറല്ല. ആ പേര് നോക്കിയേ. ആഹാ, എന്താ പേര് സഫല്യ. കുട്ടിയുടെ? കുക്കറിന്റെ. ജാക്സൺ. അതെ, ഈ പടവലങ്ങയും മുരിങ്ങക്കോലും ഇങ്ങനിട്ട സാമ്പാർ ആവൂല. ഇല്ല. അരിയണം. അരിയണം. അരിയണാണ് വേണ്ടേ? അതൊക്കെ ഞങ്ങൾ സെറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. സെറ്റ് ആണ്. അരിയാൻ വേറെ ഉണ്ടോ? വേറെ മങ്ക. പിന്നെ എത്ര മങ്കമാരുണ്ട് ഇവിടെ? ആ, മങ്കമാരുണ്ട്. ഏയ്, എന്നല്ലോ. പറമ്പിക്കെത്തി. പച്ചക്കറി ready. ഓക്കെ, ബാക്കി സെറ്റ് ആണോ? ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ കൂട്ടിയിട്ട് വാട്ടോ. ചേട്ടാ, ഇതെല്ലാം മങ്കമാരും തിരക്കാണല്ലോ ഇത്. ഇവിടെ ഒരുപാട് പരിപാടി ഉണ്ട്. ഭയങ്കര ബിസിയാ. ആ, എന്നാ അപ്പൊ പിന്നെ നമുക്ക് എന്താ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. സാമ്പാർ. ഐശ്വര്യമായിട്ട് ഓക്കെ ഗ്യാസ് എത്തിച്ചോ. ഗ്യാസ് കത്തിച്ചു. ഓക്കെ, ഞാൻ തന്നെ കത്തിക്കണം. അതെയോ? മാവേലി വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്തു കേട്ടോ. തിരിക്കണോ? ഓക്കെ ഫൈൻ. വെച്ചോളൂ. കുക്കർ വെച്ചു. വെള്ളം ഒഴിക്കാം. നല്ലപോലെ തിരിച്ചൊക്കെ വെച്ചു. അതെ. Yes. ഇനി വെള്ളം ഒഴിച്ചോളൂ. വെള്ളം ഒഴിച്ചു. അല്ല, ഒരു മിനിറ്റ്, മാവേലിയെ കൊണ്ടാണ് പണിയെടുപ്പിക്കുന്നത്. അതെ. സോറി മാവേലി is our guest. സോറി മാവേലി. സഫലി, what is this? സോറി. വെള്ളം ഒഴിക്കട്ടെ? വെള്ളം ഒഴിച്ചോ. ഒഴിക്കുന്നു. ഇവര് കണക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പച്ചക്കറി ആഡ് ചെയ്യാം. ഓക്കെ, പച്ചക്കറി ഞാൻ തന്നെയാണോ? എടുത്തിട്ടു. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇനി മാവേലി ഇട്ടോളൂ. ടൊമാറ്റോ ഇഷ്ടമില്ല കേട്ടോ. ഓക്കെ. ഓക്കെ ഇനി കിരൺ. ഇട്ടോ. ഓക്കെ എന്തായാലും എന്നെ കൊണ്ടുവന്ന ആളല്ലേ. അതെ. ഓക്കെ, കൂടെ ഞാൻ പിടിച്ചോളാം. നല്ല വീല. ഓക്കെ, ഓക്കെ, ഇനി ക്യാരറ്റ് Carrot. ഇട്ടോളൂ. ഇതിനെ പ്ലീസ്. ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്ന സാമ്പാറാണ്. അതെ, അപ്പൊ ടേസ്റ്റ് നന്നായി കൂടും. ചാക്സിലല്ലേ ഉണ്ടാക്കുന്നത്, ടേസ്റ്റ് കുറയോ? അത് ഉറപ്പാ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് പൊട്ടി തെറിക്കില്ല. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു Yes. കുക്കറാണ്. അതെ, സേഫ്റ്റിയാണ്. സേഫ്റ്റി. നാളെ എന്തെങ്കിലും മാവിനെ കണ്ടിട്ടുണ്ടോ മോനെ? ഞാന് പിന്നെ ഒരുപാട് നാളായിട്ട് വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലേ എല്ലാ മാറ്റങ്ങൾ വർഷത്തിലും ആൾക്ക് വരുന്നതാണ്. അതെ മനസ്സിലാവും. അവിടെ ട്രെൻഡിങ്ങല്ല. ആഹാ. എല്ലാം ഇവിടുന്ന് അറിയുന്നുണ്ട്. മാവേലി എറിഞ്ഞ അവിടെ പോയി പറഞ്ഞു. അവിടെ പറഞ്ഞോ. പിന്നെ ഓരോ വർഷം വേണ്ടി കാത്തിരിക്കുമല്ലേ. അപ്പൊ ഷാക്സിന്റെ കുക്കറിനെ കുറിച്ച് അവിടെ പറയണം. പോകുമ്പോ ഇത് കൊണ്ടുപോവാ. കൊണ്ടുപോകണോ? മാവേലി എല്ലാം കൊണ്ടുപോവാ. സാമ്പാറൊന്നും ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് തന്നോളൂ. എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ട. അവിടെ പഠിക്കാറില്ല. ഓക്കെ. അപ്പൊ പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മാവേലി. എല്ലാം ആരും പറയണ്ട. അല്ല, ഒരു മിനിറ്റ്, സാമ്പാർ ആണെങ്കിൽ ആ ലിഡ് ഒന്ന് അടയ്ക്കണം. അതിനു മുമ്പ് സാമ്പാർ പൊടി ഇടണം. ആണല്ലേ? ഓക്കെ, സോറി. മാവേലിനെ ഇട്ടോളൂ സാമ്പാർ പൊടി. ഞാൻ തന്നെ ഇടണം അല്ലേ? ഓക്കെ, ഇതിനൊരു കണക്കുണ്ട്. കണ്ണിപ്പൊടി ഇടുന്നത് അല്ല, കണ്ണിപ്പൊടി ഇടില്ല, മസാല സാമ്പാർ ഇടുന്നില്ല. മതി. 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 ഓക്കെ, നമുക്ക് അടച്ചാൽ. ഇത് എനിക്കൊരു ടാസ്ക് ഉണ്ട്. മാവേലി തന്നെ ഇത് അടക്കണം. എല്ലാ ടാസ്കുകളും എനിക്ക് തന്നെ തന്നോണ്ടിരിക്കുക. ഷെടാ, ഇത് easy ആയിട്ട് ഇട്ടു. ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാ. അവിടെ ഒറ്റക്കാ പാചകം. ഞാൻ അതാണ് ഈ സദ്യ കഴിക്കാൻ വേണ്ടി ഇടക്കിടക്ക് വരുന്നത്. സദ്യ നമുക്ക് കാരണം മറ്റുള്ളവരുണ്ടാക്കുന്നതിന്റെ രുചി ഒന്നും അറിയണ്ടേ. അത് അതെ. വർഷത്തിൽ ഒരിക്കലും ശരിയാ. പറ്റത്തുള്ളൂ. ആ. അതാണ്
അപ്പൊ എന്തായാലും ഇനിയിപ്പോ സാമ്പാറോ? നമ്മളിപ്പോ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, പാചകം മതിയാക്കാം. മതിയാക്കാം. കാരണം അറിയാം, ഇതിപ്പോ കുക്കറിൽ വെച്ചില്ല, തന്നെ അത് വെന്തോളൂ. ഓക്കെ. അപ്പൊ നമുക്ക് വേറെ ഓണക്കളികളും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ട് എല്ലാം ഒരുപാട് സെറ്റാണ്. ഓണക്കളികൾ ഉണ്ട്. അതാണ് ആദ്യമേ, അത് നമുക്ക് തുടങ്ങണം. ഓണക്കളിയാണോ മങ്കന്മാരെ കാണാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, എല്ലാവരും വേണമല്ലോ. അതാ പറഞ്ഞത്. അപ്പൊ നമുക്ക് മങ്കന്മാരെ വിളിച്ചാലോ? Yes, വിളിക്കാം. സന്തോഷം കണ്ടോ മുഖത്ത്? അതാണ് മാവേലിയുടെ സന്തോഷാണ്. അതെ. നമുക്കിവിടെ നമ്മുടെ സന്തോഷം. മാവേലി വന്നവാണ് എന്നോട് ചോദിക്കുന്നത് ഓണക്കളിയിലെ ഓണക്കളിയിലെ. അപ്പൊ നമ്മളൊരു ഓണക്കളി കളിക്കാൻ വേണ്ടി പോവാ. ഓണക്കളി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തേങ്ങയാണല്ലോ ഇവിടെ കൊണ്ടുവച്ചത്. മാവേലി എപ്പോഴും വരുമ്പോ ലെമൺ സ്പൂണ് കുപ്പിയിൽ വെള്ളം നിറക്കില്ലേ. അപ്പൊ ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തേങ്ങയിൽ തുടങ്ങാൻ വിചാരിച്ചു. തേങ്ങ എന്ത് തേങ്ങയെങ്കിലും ആട്ടെ, തുടങ്ങി. അപ്പൊ കിരൺ എന്താണ് ഗെയിം എന്ന് പറഞ്ഞു കൊടുക്കും? ഗെയിം ഇൻട്രൊഡ്യൂസിന് മുമ്പ് ഇവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? അത് വേണം, അത് വേണം. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഏരിയയാണ്. അതെ. അപ്പൊ ഇത് പേര് പറഞ്ഞോളൂ. പച്ചക്കറി കൊണ്ടുവന്നത് ഓർമ്മയുണ്ട്. ഇത് പിന്നെ അറിയാലോ, നമുക്ക് പായസം പായസം കൊണ്ടുപോയി. പോലെ. മേഘ. ഇത് നമ്മുടെ അതുല്യ. ആദ്യമായിട്ട് കാണുന്നു. യെസ്. ആൻഡ് ഇതാണ് വെറൈറ്റി പേരാണ് സുന. ഓക്കെ, ഇത് ഡോക്ടറാണ്, ഡോക്ടർ സുമ. ആള് കൊറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ ഒരേ സമയം. ചെറുതായിട്ട് പേരൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സൂക്ഷിച്ച് പറയണം, അല്ലെ ഇനി അനസ്തേഷ്യ തരും സുമ ഉറപ്പാണ്. വിളിക്കാം നമുക്ക്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആളാന്ന് പറയുന്നുണ്ട്. അതെ അതെ. എന്താണ് കോംപ്ലിക്കേറ്റഡ്? പയ്യെ അറിയാം. പയ്യറിയില്ല. ഓക്കെ പതുക്കെ ഞങ്ങള് പറയാം, അങ്ങനെ പെട്ടെന്നൊന്നും ഞങ്ങള് അതെ അതെ. പിടികൂടില്ല. ഓക്കെ, അപ്പൊ ഞാൻ കോംപ്ലിക്കേറ്റഡ് ഒരു ഗെയിമിലോട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാര കണ്ടല്ലോ, അതെ. ഈ പാര ഇവർക്കുള്ള പാരയാണ്. ഓക്കെ. ഈ പാര വെച്ചിട്ട് ഈ നാളികേരം ഏറ്റവും ആദ്യം ആര് പൊടിക്കുന്നു അവരാണ് വിന്നർ. അത് കൊള്ളാം. സിമ്പിൾ. വെരി സിമ്പിൾ. നാളികേരം അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ചെയ്തോളൂ. ഈ വീട്ടില് ഇതുപോലെയൊക്കെ തേങ്ങ പൊതിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഇപ്പൊ അറിയാം, ഇപ്പൊ അറിയാം. ഓക്കെ, അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പൊ ഉറപ്പാണ് എന്തായാലും നമ്മള് പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലാതെ എടുത്ത് ഇതുപോലെ തേങ്ങയൊക്കെ പൊതിക്കാൻ അറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. നാണം കിടാൻ പാടില്ല. കല്യാണം കഴിഞ്ഞ ആളുണ്ട്. അപ്പൊ ഉറപ്പാണ്. മാവേലി ഇതിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. കുഴപ്പമില്ല, മാവേലി ഇപ്പൊ വന്നു. ഓക്കെ ഓക്കെ, മാവേലിക്ക് അറിയാം. ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്, അത് ശ്രദ്ധിക്കണം. അപ്പൊ ഏറ്റവും പെട്ടെന്ന് കൂടുതൽ തേങ്ങ വിളിക്കണം, സാമ്പാർ റെഡിയായി. ഓക്കെ ഓക്കെ, റെഡി റെഡി റെഡി. കേറല്ലേ, ആള് നോക്കണം. പിന്നെ ഉറപ്പല്ലേ. അപ്പൊ നിങ്ങൾ രണ്ടുപേരാണ് ടീം. ഏറ്റവും കൂടുതൽ തേങ്ങ പൊതിക്കുന്ന ആളായിരിക്കും വിൻ ചെയ്യുന്നത്. ഓക്കെ മാക്സിമം ട്രൈ ചെയ്യുക. ആദ്യമായിട്ടൊന്നും നോക്കണ്ട, ഓക്കെ നിങ്ങളുടെ മാക്സിമം ട്രൈ കൊടുക്കാം. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? അപ്പൊ തുടങ്ങിയാലോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്. തുടങ്ങിക്കും. തുടങ്ങി. കൊലയിൽ നിന്ന് വേണം. എല്ലാം കൂടെ ഒരുമിച്ച് പൊതിക്കാൻ പോവുകയാണ്. അങ്ങനെ എടുക്കില്ല, അവരെ എടുത്തു കഴിഞ്ഞു. അല്ല ഇത് ആദ്യം കുത്തിയിട്ടാ വെക്കുന്നത്. വേണ്ട സഹായം. നിങ്ങളിത് കാണുക. പോരാട്ടാണ്. ഡോക്ടറെ ശ്രദ്ധിക്കണം. മണിച്ചട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 30 seconds over. പിടിച്ചോളാം. ഡോക്ടർ ടെററാന്ന് പറഞ്ഞിട്ട് പാരപ്പൊക്കാണല്ലോ. ഇതെന്ത് സാധനം? അത് തേങ്ങ. ഇതാണ് തേങ്ങ. ഇനി ഇവിടെ പോരട്ടെ പോരട്ടെ. ഇതിന് ഇത് അങ്ങോട്ട് പോരട്ടെ. എത്ര നാളികേരം പൊടിച്ചിട്ടുണ്ട്? ഞാനോ? ഒരു സൈഡിൽ തന്നെ തുടങ്ങും. സൈഡിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഞാനിതൊരു ആള് മാത്രമേ നല്ല രസമുണ്ട്. ദേ, ദേ, ദേ. അപ്പുറത്ത് ദേ ഡോക്ടർ ടെറർ. ടീമും ചിന്തിക്കുന്നുണ്ടാവും. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ശരിക്കും ഇത് പാരകളായ പോലെയാ. അതെ, അതെ. പാരകളായ മക്കളെ കാര്യം സ്പിരിറ്റിലാണ്. അത് വെച്ച് പാടാണെന്നുണ്ടെങ്കിൽ കടിച്ചു പറിച്ചു. മാവിൽ ലൈഫില് പാര ഉണ്ടായിട്ടുണ്ടോ? എന്റെ പാര പാരയാണ് വളർന്നു പോയത്. പാതാളത്തിൽ പാരോ കാര്യമില്ല. ഒറ്റക്കല്ലേ ഉള്ളു. ഇവിടെ വരാത്ത ഇതുവരെ ഏറ്റവും കൂടുതൽ ഓക്കെ, അപ്പൊ നമുക്കൊരു എത്ര ടൈം പീരീഡ് കൊടുക്കണം? ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ ഇപ്പൊ ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. അല്ലേ, ഒരു ഗെയിമിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കറിക്ക് ആവശ്യമുള്ള തേങ്ങ മൊത്തം അവരെ കൊണ്ട് പൊതിപ്പിച്ചെടുക്കുമല്ലോ. ഞാൻ ചോദിക്കട്ടെ ഡോക്ടറെ, ലൈഫിൽ ഇതുപോലത്തെ പാരകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതല്ല, ഇതിന്റെ അപ്പുറം പാര കണ്ടിട്ടാ എന്തായിരുന്നു ആ പാര?
ഒരെണ്ണം മറക്കാനാവുന്നൊരു പാര ലൈഫിൽ സംഭവിച്ചത്. ഇതുപോലെ തന്നെ നമ്മള് പാരെന്ന് വെച്ചാൽ യൂസ്ഫുൾ ആവുന്ന സാധനം ഒന്നല്ലേ നമ്മൾ ആലോചിക്കുക. അതെ. പക്ഷെ പിന്നെ അറിയാം പണി കിട്ടും. ഡോക്ടറെ അതോ തേങ്ങ പൊതിക്കുന്നതാണ് എളുപ്പം? ഇഞ്ചക്ഷൻ ആണോ എളുപ്പം തേങ്ങ പൊതിക്കുന്നതാണ്? ആക്ച്വലി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇഞ്ചക്ഷൻ ഇല്ല. അപ്പൊ തേങ്ങ ഫിസിയോതെറാപ്പി ഞാൻ എനിക്ക് തോന്നുന്നു, കാരണം ആ തേങ്ങയിലെ ഒരു തിരുമലൊക്കെ ഉണ്ട്. സീരിയസ് ആയിട്ടാണ് ഗെയിം കാണുന്നത്. ഡോക്ടറാണ് സംഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? പാരകൾ എന്നൊക്കെ പറയാനാണെങ്കിൽ കുറെ പേര് ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ തന്നെ എനിക്ക് വലിയ പാരയാവാറുണ്ട്. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മള് ആവശ്യമില്ലാതെ ആരെങ്കിലൊക്കെ പോയി കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറെ സിറ്റുവേഷൻസ് ആ ഉണ്ടാവും. കുട്ടിയെ കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഇത്ര നേരം ഹെൽപ്പ് ചെയ്തല്ലേ, ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വന്നോണ്ടേയിരിക്കും. ഇൻസിഡന്റ് പറയൂ, എന്താണ് ഉണ്ടായത് ആ പാര? പറയാനാണെങ്കിൽ അത് കോളേജിലുണ്ടായിരുന്നു. ഒരു എന്റെ ഇതുപോലെ ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ കോളേജിനെ മൊത്തം ഒന്ന് ചെറുതായിട്ട് വരച്ചു. ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു ചെറിയ ക്ലാസ് സംഭവിച്ചു. അപ്പൊ അതിന് റീസൺ ആയ ഒരാളും കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പൊ അത് കാരണം ആ ഫെസ്റ്റില് ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലല്ല, ഞാൻ CS-ലും ഉണ്ട്. അങ്ങനെ കോളേജ് ഫുൾ എന്ന് പറയുമ്പോ കോളേജ് ഫുൾ ഞങ്ങൾ ആ 2-3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും against ആയിരുന്നു. വെറുതെ പൊതിച്ചാ മാത്രം പോരെ, ക്ലീൻ ആയിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യട്ടോ. ആ തേങ്ങയൊന്നും ബ്യൂട്ടീഷ്യൻ ചെയ്യണം. തേങ്ങ കളഞ്ഞു അത് ഡാൻസർ ആണ്, അതുകൊണ്ടാണ് കയ്യിൽ നിന്നൊക്കെ തെന്നി മാറി. അത് അടുത്ത് ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ടൈം നമുക്ക് കൊടുക്കാം. ഒരു ലാസ്റ്റ് ടൈം കൊടുക്കും. കൗണ്ട് കൊടുക്കാം. ഓക്കെ, കൗണ്ട് ചെയ്തോളൂ. 10 എനിക്ക് തോന്നുന്നു അവര് ഇവിടെ ഒരു തേങ്ങ നടക്കൂല. 8 7 6 5 4 3 2 1 ടൈം ഗോ. 2 തേങ്ങ. 2 തേങ്ങയുമായി ഡോക്ടർ ടീം. പക്ഷെ പോരാട്ടായിരുന്നു കേട്ടോ. അവര് ഭയങ്കരമായിട്ട് കാര്യം രണ്ടുപേരും പ്രയത്നിച്ചു. തേങ്ങ പൊളിക്കാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ. ഇതിപ്പോ എന്റെ അച്ഛനമ്മക്ക് കണ്ടോണ്ടിരിക്കുകയായിരുന്നെങ്കിൽ വീട്ടിൽ ഒരു തവണ പോലെ ഇതൊന്നും ചെയ്തിട്ടില്ല. പണിയെടുക്കും. അല്ല, ഈ എഞ്ചിനീയർ ആണെന്നല്ലേ പറഞ്ഞത്? ആദ്യമേ അറിഞ്ഞത് ഇതിന്റെ സ്കെച്ച് പ്ലാനൊക്കെ നോക്കിയിരുന്ന ചിലപ്പോ തേങ്ങ കമ്പ്യൂട്ടർ സയൻസ് അതാണ്. വ്യത്യാസം എനിക്കതറിയത്തില്ലല്ലോ. എഞ്ചിനീയർ കേട്ടപ്പോഴത്തേക്ക് അതിലേക്ക് പിടിച്ചതാ. ശരി, അപ്പൊ സക്സസ്ഫുള്ളി വിജയിച്ചിരിക്കുകയാണ്. നല്ല കൈയടി. ആദ്യമായിട്ടാണ് തേങ്ങ പൊതിക്കുന്നതെന്ന് പറയില്ല. സുമൻ ആൻഡ് അതുല്യ. ടെലസ്കോപ്പ് പിടിച്ച കൈകളിൽ തേങ്ങയായിട്ട് ടെലസ്കോപ്പ് മാത്രമല്ല, അവിടെ കാലൊരു ചെലങ്ങും കൂടി ഉണ്ട്. കാണായിരുന്നു. അപ്പൊ ഇനിയും ഉണ്ട് ഓണക്കളികൾ. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് വിളിക്കാം. ഒന്നിൽ പഠിച്ചാൽ മൂന്നല്ല, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത കളിക്ക് എന്തായാലും ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത കളി ഇറക്കിയാലോ? ഇനിയുണ്ട് 2 പേര്. ഓരോ ഗെയിമിലും 2 പേര് വെച്ച് വന്നോണ്ടിരിക്കും. എത്ര ഗെയിം ഉണ്ട് മൊത്തം? ഒത്തിരി ഉണ്ട്. 2 പേര് വെച്ച് വരുമോ? വന്നല്ലോ ശാന്തിനി, കമോൺ. വിളിക്കുന്നതിന് മുമ്പ് അവരെത്തിയിരിക്കുകയാണ്. ബാക്കി അല്ല, ഒരു മിനിറ്റ് മാവില്ല, ഒരാള് സാമ്പാർ കളിക്കവിടെ നിൽക്കും. അല്ലാതിപ്പോ ശ്രദ്ധിച്ചത് നന്നായി. ഞാൻ ചിലപ്പോ ഒന്ന് തിരിഞ്ഞപ്പോ ഈ കുട ഉടക്കിയ ചിലപ്പോ മുടിയൊക്കെ പോകാനായിട്ടുള്ള കുറെ നേരം മുടിയിൽ പടുക അല്ലേ? കത്തിയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് അടുത്ത ഗെയിം കിരൺ? അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഒരു പവർ ചലഞ്ച് ആണ്. ഓക്കെ, ഓക്കെ. പ്രോപ്പർട്ടി വേണോ? യെസ്, പ്രോപ്പർട്ടി ഇപ്പൊ വരും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് എന്താ സംഭവം? ഗതയല്ലേ? ഗതയാണോ? ഇനി ഞങ്ങളുടെ കാലത്ത് ഗതയൊക്കെ ഉണ്ട്. അല്ല, ഇതെന്താ സംഭവം? എനിക്ക് മനസ്സിലായില്ല. ഇത് ഗെയിം എന്താന്ന് വെച്ചാല് പവർ ചലഞ്ച് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഗെയിം ഇത്രയേ ഉള്ളൂ. ഒരു ഹാൻഡില് ഹോൾഡ് ചെയ്യാ, താഴേന്ന് എൻഡിലാണ് പിടിക്കാനായിട്ട്. താഴേന്ന് പിടിച്ച് ഇങ്ങനെ പൊക്കി വിടുക. എത്ര നേരം പിടിക്കുന്നു അവരാണ്. ഓക്കെ, അപ്പൊ ഇതില് സാഫില്യ ആൻഡ് ശാന്തിനി, അഷ്ന
അപ്പൊ 3 പേരാണ് ചലഞ്ചിൽ വരുന്നത്. അപ്പൊ ആര് ആദ്യം പിടിക്കുന്നു? ആദ്യം ഒരു കാര്യം ചെയ്യാം, ഓക്കെ ഈ 3 പേരിൽ ഏതെങ്കിലും തൊട്. ഓക്കെ ആരാ തൊടണ്ടേ? തൊട്. എന്തോട്ടെ? അപ്പൊ ചെയ്തു. പണി വാങ്ങി വെക്കാൻ. ശരി, അപ്പൊ തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശാന്തിനിയാണ് ശാന്തി. വന്നിട്ടുള്ളത്. അപ്പൊ അറിയാലോ, ഇങ്ങനെ പൊക്കി പിടിക്കാം. റെഡി? മാക്സിമം എത്ര സമയം പിടിക്കുന്നോ അവരാണ് വിൻ ആവുക. ഓക്കെ, ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നൗ സ്ട്രൈറ്റ് കം ഓൺ. ശാന്തിനി, ശാന്തിനി, വിട്ടുകളയരുത്. ശാന്തിനി. 10 seconds ആണ് ശാന്തിനി ശാന്തിനി പിടിച്ചിട്ടുള്ളത്. എടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല. Next, ആര് വേണം? ആരാണ് വരുന്നത്? ആര് തൊടും? പോന്നോ? നീ ഇങ്ങനെ ഒന്നും ചിലപ്പോ രണ്ടുപേരും തൊടത്തില്ല. ഓക്കെ ഓക്കെ അശ്വിനാണ് അടുത്തത് വന്നിട്ടുള്ളത്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിസ്സാരം. ഓ, straight പിടിക്ക്. straight, straight. ഓക്കെ, Up, 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 up. തോറ്റു കൊടുക്കരുത്. ആ, വിട്ടുകൊടുക്കില്ല. താത്തറം തോന്നും, പക്ഷെ താത്തരുത്. Okay. Clap, clap, ആ. clap. കയ്യടിക്ക്. ഓക്കെ, എത്രയായിരുന്നു? 19 seconds ആണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നന്നായിട്ട് ചെയ്തു. ലാസ്റ്റ് നോട്ട് ബട്ട് ലീസ്റ്റ് സാഫല്യാണ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Now. ഓ, ഇങ്ങനെ നേരെ straight 90 ആയിട്ട്. ഡിഗ്രി 90 ഡിഗ്രി. തുടക്കത്തിലേ അപ്പൊ ഇതിന്റെ വിന്നർ അശ്ന. അതൊരു അശ്നയാണ് ഇതിന് വിന്നർ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അശ്നയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. കൊടുക്കണ്ട. അതിനു മുമ്പ് ഡൗട്ട് ചോദിക്കട്ടെ. മാവേലി ഗദ യൂസ് ചെയ്യാറില്ല, അതെന്തുകൊണ്ടാ അറിയോ? എല്ലാ അസുരന്മാർക്കും ഗതയുണ്ട്. ഓക്കെ, ഓക്കെ, പക്ഷെ മാവേലി തമ്പുരാന് മാത്രം ഗതിയില്ല. ആൾക്കൊരു കുട മാത്രമേ ഉള്ളൂ. എന്റെ ആവശ്യമുണ്ടോ? ഓലക്കുട. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഭരിക്കുന്ന സമയത്ത് ഇവിടെ കള്ളവും ഇല്ല, ചതിയും ഇല്ല. മനസ്സിലായി? അപ്പൊ പിന്നെ എനിക്ക് ഗതയുടെ ആവശ്യമുണ്ട്, എനിക്ക് കുടയുടെ ആവശ്യമുള്ളൂ. വെയിൽ കൊള്ളാതിരിക്കുക. എന്നാ ഒരു കാര്യം ചിന്തിക്കുക. മാവേലി അന്ന് പാതാളത്തേക്ക് പോയല്ലോ, അതിനുശേഷം ഫുള്ള് തെഫ്റ്റ്, ശരിയാ. ക്രിമിനൽസ്, കില്ലിംഗ്, സ്മഗ്ലിംഗ് മാറ്റങ്ങൾ വന്നു. എല്ലാമാണ്. അപ്പൊ ഇവിടെ സേഫ്റ്റി ഇല്ല. ഒരു സേഫ്റ്റി ഇല്ല. അപ്പൊ നിങ്ങളൊക്കെ സേഫ് ആണോ? നമ്മളൊക്കെ സേഫ് ആണ്. Safe കാരണം ആണ്. നമ്മൾ വീടുകളിൽ പെട്രാ സ്റ്റീൽ ഡോസ് ആണ് വെച്ചിട്ടുള്ളത്. Yes. അതുകൊണ്ട് ഞങ്ങളും വീടും സേഫ് ആണ്. സേഫ് ആണ്. ഇനി പാതാളത്തിൽ വേണമെങ്കിൽ അത് വെച്ചോട്ടോ, പെട്രാ സ്റ്റീൽ ഡോസ് സേഫ് ആയിരിക്കും. സ്റ്റീൽ ഡോർ ആണ്. പാതാളത്തിലേക്ക് ഒരു മാമനും അത് വലിയ സേഫ് ആയിട്ട് അവിടെ ഓക്കെ അല്ലേ? അപ്പൊ വരുന്നത് മാത്രം തുറന്നിട്ട് കയറി വന്നാൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോന്നിട്ട് അത് കൂടെ എടുത്തു. ഒരു മിനിറ്റ്, എല്ലാം back. ഗത ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്ക്. ആ, കൊട ഒരു safety മാറ്റി key. ഞങ്ങൾ ഗതവെടുക്കുന്നു. ഇനി ഒരു ചോദ്യമുണ്ട്. മാവേലിയുടെ യഥാർത്ഥ പേരെന്താണ്? മഹാബലി. ഓക്കെ, നെക്സ്റ്റ്. അട്ടപ്പാത് വിളിക്കാൻ അടുത്തത് നെക്സ്റ്റ് പോരട്ടെ. ഇത് നിങ്ങളുടെ ചലഞ്ചാണ്. മാവേലിയുടെ യഥാർത്ഥ പേരെന്ത്? മാവേലിക്ക് അറിയോന്നറിയില്ല. എന്നോട് ചോദിക്കരുത്. മാവേലിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ ഓക്കെ, ഓരോരുത്തർ പറഞ്ഞോളൂ. ഇവിടെ തുടങ്ങാം. അതുല്യ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ. എന്തോ UPSC ആസ്പിറന്റോ ഞാൻ കേട്ടിരുന്നു. മാവേലി സിലബസിലില്ല. മാവേലി സിലബസിലില്ല. എല്ലാ കൊല്ലം ഓണം ഉണ്ടെന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. മഹാബലി. ഓക്കെ, മേഘ ഇല്ല. ഇവിടെ എന്നോട് ചോദിക്കേണ്ടതുണ്ടോ? മാവേലി തമ്പുരാൻ. നെക്സ്റ്റ്. അറിയില്ല. കിരൺ തന്നെ പറയൂ. ഫുൾ നെയിം ഷിജിന പറയും. എനിക്കറിയില്ല, അതല്ലേ നിന്റെ അടുത്ത് പറയണേ. മഹാബലി എന്നാണ് നമ്മൾ എല്ലാരും വിളിക്കുന്നത്. ബലി എന്നാണ് ശരിക്കുള്ള പേര്. അതിന്റെ ഒപ്പം വേറൊരു പേര് കൂടി ഉണ്ട്, ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ എന്നൊരു പേരും കൂടി ഉണ്ട്. മാവേലി അറിഞ്ഞിരിക്കും. ബലി എന്നാണ് പേര്. ബലിയിലൊപ്പം നമ്മുടെ മഹാ എന്ന എനിക്ക് ഇങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു. അപ്പൊ മഹാബലി നമ്മൾ പക്ഷെ വിളിക്കുന്നു. മാവേലി എന്നല്ല എല്ലാവരും വിളിക്കുന്നത്. ഇന്ദ്രസേനൻ മഹാബലി എന്നൊരു പേര്. നമ്മള് വിളിക്കാൻ എളുപ്പമുള്ളവർ അങ്ങനെ വിളിച്ചോട്ടെ. മതി മതി. അപ്പൊ എല്ലാവരും അത് വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അറിവിലേക്കായിട്ട് ഓക്കെ, UPSC ആസ്പിറന്റ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആൻഡ് മികച്ച ഒരു ആങ്കറും കൂടി ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോവാം. തീർച്ചയായിട്ടും. മാവേലി നമ്മൾ സ്ഥിരമായിട്ട് ഓണത്തിന് കളിക്കുന്ന ഒരു കളിയാണ് സുന്ദരിക്ക് പൊട്ടുകടൽ. അപ്പൊ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇവിടെ കുറെ സുന്ദരിമാരുള്ളത് കൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് സുന്ദരന് എന്നെക്കാൾ നല്ല സുന്ദരന മാവേലിയാണ്.
എന്നെ നാട്ടുകാർ മൊത്തം പറഞ്ഞ എന്നെ തേച്ചത് അത് വേണ്ട. ചന്ദ്രൻ തേക്കുന്ന പരിപാടിയല്ലേ, നീ തന്നെയാണ് അതിനകത്ത്. ഇവിടെ വേറെ സുന്ദരൻ ഇല്ല നമുക്ക് നോക്കുമ്പോ. മാവേലി ചക്രവർത്തിയാണ്. ഒരു റഹ്മാന്റെ കണ്ടം കേട്ട് എവിടെ കൊണ്ട് ചുമ്മാ കുറെ അവരെ കയറ്റി വിടും, അവരെങ്ങനെയെങ്കിലും കയറിപ്പോട്ടെ. എല്ലാരും പറയാറുണ്ട്. അതെ, അപ്പൊ നമ്മള് സുന്ദരിമാരൊക്കെ ഇവിടെ ഉണ്ട്. കണ്ണ് കെട്ടി വന്ന് കുട്ടിന് പകരം ചന്ദനം അങ്ങോട്ട് വെക്കും. ആ ചന്ദനം കേട്ടിട്ടില്ലേ? അപ്പൊ തുടങ്ങിയാലോ? എന്റെ പ്രൊട്ടക്ഷൻ ആ ഓക്കെ. നല്ല മഞ്ഞളിച്ച കണ്ണായി വേണ്ട, അപ്പൊ സുന്ദരിമാര് റെഡിയാണോ? അത്രയ്ക്ക് വേണ്ട മാവേലി. ഓക്കെ, അപ്പൊ വന്നോ. എനിക്ക് ഇങ്ങനെ തൊട്ട് നോക്കാമോ? ആ ഒറ്റ കുത്ത്. ഇത് ചീറ്റിങ്, അത് കണ്ണാട വെച്ചിട്ട് എല്ലാരും കുത്തണേ. ഓക്കേ, എടുത്തല്ലോ. ഇനി ഒറ്റ തൊട ഇഷ്ടമുള്ള എടുത്തോ. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട്. പൊക്കോളൂ പൊക്കോളൂ. അടുത്ത ആള് ആ. ഒരു തവണ തൊടണ്ട, ഒറ്റത്തേപ്പ്. ഒറ്റ തൊടല്. ഓക്കെ, വെരി ഗുഡ്. പൊക്കോളൂ. ഒറ്റ കുത്ത്. എവിടെയാണ് കിട്ടിയത്? അവിടെ കുത്ത്. തൊടാനൊന്നും പാടില്ല. എടുത്തോ. ഞാൻ കൈ വെച്ച് കുത്തി തരാ. അതെ അതെ, അവിടെ തന്നെ. അല്ലല്ല, കറക്റ്റ് ആയിട്ട് തന്നെ. മൂക്കെ തൊട്ടതാരായിരുന്നു ഡോക്ടർ അല്ലേ? ഒരാളിവിടെ ഒരാളിവിടെ. നല്ല നല്ല രസം. ഫസ്റ്റ് തന്നെ 3 പേരും നെറ്റിയിലാണ് കറക്റ്റ് ആക്കിയത്. ഇതിലൊരു വലിയ ചന്ദനക്കുറി തന്നെ. ഇതാരും കൊണ്ട് തൊട്ടത് തിരുമാറിയത് കണ്ടുപോയത്. സ്വന്തം സുന്ദരനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ശരിക്കും? എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഭാവി വരനെ നിങ്ങൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? എങ്ങനെയായിരിക്കും ശരിക്കും? കണ്ണിട്ട് ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ശരിക്കും? ചിലപ്പോ കൊറേ നാളൊക്കെ കഴിയുമ്പോ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. കണ്ടുപിടിച്ചിട്ടില്ലേ നമ്മള്? ശരിക്കും ഇവിടെ എന്ത് തോന്നേ? പാടാണ്. എന്തുകൊണ്ടാ പാട് എന്ന് പറയാൻ കാരണം? ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ തുറന്നിട്ട് തന്നെ. മര്യാദ. പക്ഷെ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് പറ്റിയിട്ടുള്ള ഒരു വരനെ കണ്ടുപിടിക്കാൻ ചാവറ മാട്രിമോണി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ മാവേലി ഇവര് എന്നെ സുന്ദരനാക്കി ചന്ദനത്തിൽ കുളിപ്പിച്ച് എനിക്ക് നല്ലൊരു പണി തന്നു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടതല്ലേ? എന്നാ നമുക്ക് ഇവർക്ക് അടുത്തൊരു പണി കൊടുത്താലോ? അല്ല, ഞാൻ അതെല്ലാം ഓക്കെ സമ്മതിച്ചു. ഇതെന്താണ് നമുക്ക് ഇല ഇട്ടിട്ടില്ലല്ലോ? നമുക്ക് ഇലയിടാറായിട്ടില്ല. ആയിട്ടില്ലേ? ആയിട്ടില്ല. അല്ല, ഈ തോർത്തെന്തിന് ഇല തുടക്കാൻ വേണ്ടിട്ടാണ്. അതാണ് പണിയില. ഇത് പണിയലയാണ്. അതെ, അത് നമുക്ക് വേണ്ട, അത് അവർക്ക് കൊടുത്തേച്ചാ. ഇവര് 4 പേരും ബാക്കിയുള്ളവരൊക്കെ മലയാളി മംഗളാന്ന് പറഞ്ഞിട്ട്. അതെ അതെ അതെ. അപ്പൊ ഇവരുടെ കേരളത്തിന്റെ വിശേഷമാണ് ഓണം എന്ന് പറയുന്നത്. അതെ, ഓണത്തിലെ പ്രധാനമാണ് ഓണസദ്യ. ഈ സദ്യയിലെ ഓരോ കറികളിലും ടേസ്റ്റ് ഇവർക്ക് അറിഞ്ഞിരിക്കണ്ടേ? അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കട്ടെ. അപ്പൊ ഇവര് ഈ 4 പേരെ കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് നമ്മൾ ഓരോ കറികൾ വിളമ്പും. എന്നിട്ട് അവരത് ടേസ്റ്റ് ഓരോന്നും തൊട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഏതാണ് കറി എന്ന് പറയണം. അത് നല്ലൊരു ഗെയിമാണ്. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ഗെയിം. വെറൈറ്റിയാണ്. അതാണ്. അപ്പൊ നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. വിളമ്പുകാർ പോന്നോട്ടെ. ടാസ്ക് മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായി. ഇതില് റെഡി അല്ലേ? എനിക്ക് ഓർമ്മയില്ല. ഇന്ന് കല്യാണോ 3 വട്ടം ചോദിക്കാം. കണ്ണ് കെട്ടാ കെട്ടിക്കും. വിളമ്പാ. റെഡി. ഇനി ഇതിൽ വിളമ്പുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഡിഫറെന്റ് പൊസിഷനിൽ ഇട്ടോളൂ. എല്ലാവർക്കും അറിയാം ഇടത്തുനിന്ന് എച്ചാറൊക്കെ ആണെന്ന് അറിയാലോ. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ട് ഇടാ. ക്രമം തെറ്റിയിട്ട് വിളമ്പാ. അതെ, അത് നിങ്ങൾ ക്രമം തെറ്റിക്കോളൂ, ഉറപ്പാ. മാവേലി പണ്ട് ഓണത്തിന് മാവേലിയുടെ സമയത്ത് ഓണം ഉണ്ടായിരുന്നില്ല, പക്ഷെ സദ്യ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗംഭീര സദ്യ അല്ലായിരുന്നു? എത്ര കൂട്ടം കറികളൊക്കെ? ഒരുപാട് കൂട്ടമുണ്ടായിരുന്നു. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലമല്ലേ, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. സോറി. എന്നാലും മേഘയുടെ അഭിപ്രായത്തിൽ എത്ര കറി ഉണ്ടാവും? ഒരു 10-20. അങ്ങനെയല്ല പറയുന്നത്, ഒരു കൗണ്ട് പറ. ഒരു 24. കറി വിളമ്പാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ തിന്നാൻ പറ്റുമോ? ഇതൊക്കെ 26. ചുമ്മാ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെച്ച്. അതെ,
ഇത് തിന്നുമ്പോ സൂക്ഷിക്കണേ. ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. മലബാർ ഓണം എന്ന് പറയുന്ന നേരത്ത് അവിടെ വേറെ രീതിയിലാണ്. അവര് അതിന്റെ കൂട്ടത്തിൽ മീനും ചിക്കനും ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു മിനിറ്റ്, ഞങ്ങളുടെ ആറന്മുള വള്ളസദ്യക്ക് 120 കറികളുണ്ട്. ആണല്ലേ? 120? അപ്പൊ കറക്റ്റ് ആയിട്ട് പറയും ഏതൊക്കെ കറിയാണെന്ന്. UPSC aspirant ആണ്. അതാണ്. UPSC aspirant ആയതുകൊണ്ട് എന്തായാലും എല്ലാ കറികളും കിട്ടും. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? പല സ്ഥലത്തും പല ടേസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോ അതെ അതെ അതെ, ഏത് ടേസ്റ്റായാലും നാക്കൊന്നല്ലേ? നാക്കൊന്നല്ലേ? അതെ. അല്ല ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും. എന്താണ് ആ ടേസ്റ്റ് വ്യത്യാസം? ഈ തോരനൊക്കെ ചിലപ്പോ മനസ്സിലാവില്ല. ഈ കൂട്ടുകറികളൊക്കെ ഇല്ലേ, അത് ചിലപ്പോ മനസ്സിലാവില്ല. പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇതിവര് കഴിക്കാത്തടത്ത് ഒരു ഇത്തിരി പാടുപെടും. കാരണം അതറിയോ, ഞാൻ ആ സസ്പെൻസ് വിളിക്കുവാണേ. ഇത് സംഭവം വിളമ്പി വെച്ചിരിക്കുന്ന കറികളല്ല. പിന്നെ അത് നിങ്ങൾ തിന്നാൻ നേരത്ത് മനസ്സിലായത് നിങ്ങൾക്ക്. അതാണ് എലപ്പണി. കഴിക്കാൻ പറ്റുന്നതല്ലേ? അതെന്തോ ഒരു ഇത് ഞാൻ സത്യം പറഞ്ഞ് കണ്ടപ്പോ ഞെട്ടി കേട്ടോ. ഇത് ഫുഡിന്റെ മണം തന്നെ ഉണ്ട്. ഏത്? അല്ല എന്തൊക്കെയോ കഴിക്കാൻ മാവേലി നോണ പറയുന്നട്ടാ. ഞാൻ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഷിജിനെ വെച്ച കറികളാ. അതെ രാവിലെ എഴുന്നേറ്റ് ഞാൻ എപ്പോഴും ആദ്യമായിട്ട് കഴിക്കാൻ പോണേ. ഇത് ഞങ്ങളാണോ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത്? അവസാനമായിട്ട് ആദിത്യ അവസാനത്തിൽ സപ്ര. ഓക്കെ, കഴിഞ്ഞോ? ഇനിയുണ്ടോ? ആദ്യം നമുക്ക് എവിടെ തുടങ്ങണം? മാവില് ആദ്യം തുറന്നിട്ട് ഉപ്പും കൂടെ വെച്ച് കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് അതിന് ചുറ്റിട്ട് ഏതാന്ന് പറയരുതല്ലോ. വേണ്ടേ? വേണ്ട. വേണ്ട. ഷിജിന എല്ലായോ? ഒരു മിനിറ്റ് നോക്കണ്ടേ. പഴം വെച്ചില്ലല്ലോ. അതെ, പായസം വിളമ്പിയില്ലല്ലോ. അതെ, ചോറ് വിളമ്പിയില്ല. ചോറ് വിളമ്പിയില്ല. സാമ്പാർ വിളമ്പിന്ന് തോന്നുന്നു. ആ, എല്ലാ കറികളും ഞങ്ങൾ എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോ നമുക്ക് മാവില് ഒരാള് ഏത് സൈഡിൽ തുടങ്ങി? വലത്തെ സൈഡിൽ തുടങ്ങണോ ഇടത്തെ സൈഡിൽ തുടങ്ങണോ? ഒരു കാര്യം ചെയ്യും, അവിടുന്ന് തുടങ്ങട്ടെ. ഓക്കെ, അപ്പൊ അതുല്യ ആദ്യം ഒരെണ്ണത്തിൽ അങ്ങോട്ട് തൊടാ. തൊട്ട് പറയണല്ലേ, ടേസ്റ്റ് കിട്ടും. ആ, ഒരുപാട് വള്ളസദ്യ തൊട്ട് പറയാനുള്ള കഴിവുണ്ടോന്ന് എനിക്കറിയില്ല. 120 കറികളൊക്കെ കഴിക്കുന്ന ആളാണല്ലോ. അപ്പോ ഒരുപാട് കറികൾ കഴിക്കാറില്ല, അവർ വിളമ്പാറുണ്ട്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഈ ഒരു സെക്കൻഡ്, ഈ ആറന്മുള വള്ളസദ്യ ഉണ്ടല്ലോ, അത് കഴിക്കുന്നതിന് മുമ്പായിട്ട് എന്തോ വിളിച്ചു പറയുമല്ലോ. നമ്മള് വഞ്ചിപ്പാട്ട് പാടി അവര് വരുന്നത്, വന്നിട്ട് പിന്നെ ഓരോ ശ്ലോകങ്ങൾ പോലെ അപ്പൊ എന്തെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിട്ട് എടുത്ത് കഴിക്കും. അയ്യോ അതൊന്നും പറയല്ലേ, ഞാൻ മലയാളി അല്ല അത് തുഴയുന്നവരാണ് പാടുന്നത്. അല്ല അതിൽ പെണ്ണുങ്ങൾക്ക് തുഴയാനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനോ പറ്റില്ല, നമുക്ക് പോയിരുന്ന് കഴിക്കാം. പാടുന്നത് അവരാണ്. ഓക്കെ, ഫൈൻ. ചടങ്ങുകൾ എങ്ങനെ ആവട്ടെ. ഇല ഇവിടെ ആണല്ലോ. അതെ അതെ അതെ, ഇലയെടുത്ത് തിന്നരുത്. എന്റെ ഇലയിലൊന്നും ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞ നിങ്ങളെ പറ്റിച്ചാ. ഇത് തൊട്ടിട്ട് എനിക്ക് തോരനായിട്ടാ തോന്നുന്നത്. പിന്നെ ചുമ്മാ ടേസ്റ്റ് തേക്കാം. തോരൻ എന്ത് തോരൻ? ഓക്കെ, അടുത്തത് മേഘ. കഴിക്കട്ടെ? വേണ്ട, തൊട്ടു നോക്കാ ആദ്യം. അല്ല കഴിക്കണമെങ്കിൽ തൊടണം, അത് ശരിയാ. തടവ് കാണോ? ഞങ്ങളൊന്നും വിളമ്പിയില്ല. കയ്യില് സ്പൂൺ. ഓക്കെ ഓക്കെ, കിട്ടി. അത് ഞാൻ സ്പെഷ്യൽ ഇതായിട്ട് വെച്ചേക്കുന്നത്. മാവേലി കൗണ്ടറാണല്ലോ. അയ്യോ, ഞാൻ പറയാം. പറയോ, അതേത് കറിയാ? അയ്യോ, എടാ ഇത് പരിപ്പാണോ? പരിപ്പാണോ? അല്ലല്ല, സാമ്പാറാണോ? കാര്യം പറഞ്ഞോട്ടെ, പറഞ്ഞോ. ഇവിടെയൊക്കെ പരിപ്പ് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നത്. അതായത് ഇങ്ങനെ കൂട്ടുകറി പോലെ. തലയിലാണോ വെക്കുന്നത് അവിടെ? അല്ല, എന്റെ അങ്ങോട്ട് ട്രിവാൻഡ്രത്തൊക്കെ ഇത് ചോറിന്റെ ഇതിൽ ഒഴിച്ചുതരും. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് കണ്ടിട്ട് എനിക്ക് പരിപ്പ് പോലെ ആണോ തോന്നുന്നു. മണത്ത് വയ്ക്കുന്നു. ലിപ്സ്റ്റിക്കിന് മണമാണോ? അല്ല, പരിപ്പാ. പരിപ്പ് സമ്മതിക്കാവോ? ഓക്കെ, അപ്പൊ അത് അവിടെ വിജയിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് സാഫല്യ. എല്ലാരും ഇടത്തെ സൈഡിലേക്കാ പോണേ. അച്ചാറ് കിട്ടുന്ന വെച്ചിട്ടാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ക്യാബേജ് അല്ലേ? തിന്നുന്നതിന് മുമ്പ് പറയുവാണോ? അതെ, തൊട്ടറിഞ്ഞിരിക്കുകയാണ്. അവിടെയും ശരിയായിരിക്കുകയാണ്. അഷിത. അഷ്ന, സോറി, മൊത്തം വലിയ അപ്പുറത്തെ പാത്രത്തിൽ കേട്ടു വരണ്ടേ? ആ ചിപ്സ് ഇട്ട മഹാൻ വ്യക്തിയിരുന്ന് കാണട്ടെ. അത് ഞാൻ പറഞ്ഞ ഏറ്റവും പാട് അതായിരുന്നു. ചിപ്സ് ഒക്കെ അത് ഡിസ്ക്വാളിഫൈ ആണ്. ഇനി അത് പറ്റി സർക്കാർ നിർത്തി പിടി.
ആ മനസ്സുണ്ടല്ലോ. വീണ്ടും ചിപ്സിലോട്ടാ പോണേ. പായസോ? അല്ല അല്ല അല്ല, ആണോന്നോ? കഴിച്ചിട്ട് ആണാണോ പെണ്ണാണെന്ന് അറിയില്ല. ചിപ്സിന്റെ ടേസ്റ്റ് എടുക്കുന്നോണ്ട് അറിയാം. അതൊന്നും നമുക്ക് പറഞ്ഞ കാര്യമില്ല. ഒന്നുകൂടെ വേറൊരു തൊട്ട് നോക്ക്. ഇനി അത് അപ്പുറത്ത് തോരലൊക്കെ പോയി തൊടും. ഓക്കെ, ആ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. മിടുക്കി. പണിപാളി നല്ല കറിയാ. ആ നല്ല കറിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പോരട്ടെ. അറിയില്ല. ഓലനാണോ? ഓലിലാണോ? ഓലനാണോ? എനിക്കറിയില്ല. ഓലിലാണോ? ഏതാ തൊട്ട വെള്ളയോ? അത് വെള്ള കളറാണ്. ഓലൻ ഓലൻ ആണോ? കറക്റ്റാ. ഇത് ഇഷ്ടല്ലേ? ഓലെ. ഓലിലാണോ? ആണോ? ഓ, ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. ഷിജിനെയാണ്. ഓലൻ കറക്റ്റ്. അപ്പോ 4 മലയാളി മങ്കുകളും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മുടെ മാവേലി മനസ്സിലായില്ലേ? നമ്മുടെ മലയാളി മങ്കുകള് ഭയങ്കര സ്ട്രോങ് ആണ്. അതെ, നല്ല ടേസ്റ്റ് ബഡ്സ് ഉള്ള ആൾക്കാരാണ്. ഇവർക്ക് നമുക്ക് സദ്യ കൊടുത്താലോ? തീർച്ചയായിട്ടും അവർക്ക് സദ്യ കൊടുക്കാം. പിന്നെ നമുക്ക് കൂടണം. എനിക്ക് വിശക്കുന്നു. 2 ഇല ഞങ്ങൾക്കൊന്നും തന്നാൽ. അല്ല, ഇവര് ഒരു കാര്യം ചെയ്യും, നമുക്ക് കണ്ണു തുറന്നിരുന്ന് കഴിക്കും, ഇവര് കണ്ണു വെച്ചിരുന്ന് കഴിക്കട്ടെ. അത് നല്ലൊരു ടാസ്ക് ആയിരിക്കും. പാവങ്ങളല്ലേ. ഊരിക്കോളൂ. അല്ല, എനിക്ക് നിങ്ങൾ ആറന്മുളയുടെ കാര്യം ചോദിച്ചല്ലോ. എനിക്കിനി എന്റെ നാട്ടിൽ തിരിച്ചു ചെല്ലേണ്ടതാണല്ലോ. അപ്പൊ ആറന്മുളയുടെ ശ്ലോകം പോലും ചൊല്ലാൻ അറിയില്ല എന്ന് വെച്ചാൽ എനിക്ക് നാണക്കേടാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശ്ലോകം ചൊല്ലത്തില്ല. പക്ഷെ ഞങ്ങളുടെ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് സാധാരണ പാടുന്നത് ആണുങ്ങളാണ്. പക്ഷെ ഗേൾസ് അങ്ങനെ ലീഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ സ്കൂളിലൊക്കെ ഒന്ന് പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു തുടക്കം. അതുല്യ നമുക്ക് വേണ്ടി ഒരു വഞ്ചിപ്പാട്ട് ഇപ്പോ പാടുന്നതായിരിക്കും. ആരും വലിയ പ്രതീക്ഷ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇല്ല, അത് ഞങ്ങൾക്ക് പണ്ടില്ല. വിട്ടു, അത് ഉപേക്ഷിച്ചു. കുഴപ്പമില്ല. പക്ഷെ ഇത് നമ്മുടെ സാധാരണ ഈ മറ്റേ അത് ആ ഒരു ഈണം പ്രതീക്ഷിക്കരുത്. ഇത് അവർ വഞ്ചിക്കാര് തുഴഞ്ഞു പോകുമ്പോ ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നു. ഒരു പാട്ട് ഇങ്ങനെ പാടാം. ഇപ്പൊ പറഞ്ഞങ്ങ് തുഴഞ്ഞു പോവുക. പാട്. സൈലൻസ്. Silence, please. Okay. Silence. Okay, wait. 1, 2, 3. Start പറഞ്ഞോ. 4 ഉണ്ടോ? ഇന്ദ്രവട്ടം. അല്ല, ഓക്കേ. 3, 2, 1 go. അർജുന സാരഥിയായി ദൈ ദൈ തഗ ദൈ ദൈ ദോ. അർജുന സാരഥിയായി തത്താദി ദൈ ദൈ. അർജുന സാരഥിയായി കൃഷ്ണനാഥനതു നേരം. അർജുന സാരഥിയായി വിശ്വനാഥനതു നേരം. അർജുന സാരഥിയായി വിശ്വനാഥനതു നേരം. ദൈ ദൈ തഗദത്തിഗു തഗദോ തഗതീയതിത്തോ ദിത്തോ ദിഗദോ. അതൊന്നും വിഷയമില്ല. ഈ സ്പോട്ടിൽ പാട്ട് പാടുക പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. അടുത്ത് നമുക്ക് മേഘയുടെ സ്ഥലം ഏതാണ്? ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു. അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ് ഓണത്തിന്? ഓണത്തിന് സദ്യ എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഓണക്കോടി കിട്ടുന്ന പരിപാടിയാണ്. ബിക്കോസ് ആ ഒരു ഇയറിൽ മൊത്തത്തിൽ നമ്മളൊരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ പോകാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിൻ. പിന്നെ സദ്യ എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന സദ്യ കഴിക്കലും ഒരു മെയിൻ പരിപാടിയാണ്. പിന്നെ ഇതുവരെ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാൻ മാത്രമേ ഞാൻ ഇതുവരെ പോയിട്ടുള്ളൂ. ഇന്ന് പായസം ഉണ്ടാക്കാൻ പഠിച്ചു. അത് ശരിയാണ്. നെക്സ്റ്റ് ടൈം നമുക്കൊരു 4 തരം പായസം വേണം. കിട്ടുന്ന പായസം. വാട്ടപ്പൂട്ടി. എന്റെ ഓണം എനിക്ക് തോന്നുന്നു പഴയ ഓണമായിരുന്നു കുറച്ചും കൂടെ സ്പെഷ്യൽ. അത്രയും പഴയതില്ല, എന്റെ ചെറുപ്പം അത്രേ ഉള്ളൂ. പഴയതെന്ന് പറയാൻ നേരത്തെ ഞാൻ ചോദിച്ചു എത്ര വയസ്സായെന്ന് അറിയത്തില്ല. പെൺകുട്ടികളോട് പ്രായം ചോദിക്കാനും പറ്റത്തില്ല. ഇല്ല, സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഓണം അത് കൂടുതലും നമ്മള് കസിൻസ് ഒക്കെ വീട്ടിൽ വരുന്ന ആ ഒരു സ്കൂൾ പൂട്ടിയിട്ടുള്ള ദിവസങ്ങളാണ് എനിക്ക് കൂടുതലും ഓണത്തിനെ പറ്റിയുള്ള ആ ഒരു വൈബ് കിട്ടുന്നത്. സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല. പറയാം. എവിടെ? സ്കൂളില് ഞാൻ ഏത് കാലത്താണ് ഞാൻ താമസിക്കുന്നത്? ഞാനുള്ള കാലത്ത് സ്കൂളുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഓണാഘോഷങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്, അല്ലാതെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ഓണം എനിക്ക് എപ്പോഴും സ്പെഷ്യൽ വീട്ടിലെ ഓണം ആണ്. അതും കസിൻസ് ആയിട്ട് ഉള്ള ഓണമാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം എന്താണ്?
പൈനാപ്പിൾ കറി മറ്റേ ആ മധുര കറി. അടിപൊളി അടിപൊളി. അതെ എന്റെ നാട് കൊല്ലമാണ്. കൊല്ലം. ഓക്കെ. പപ്പടത്തിന് അടി ഉണ്ടാക്കും. പപ്പടം പപ്പടം കൊടുത്തില്ല ചിലപ്പോ അതിന്. മാവേലി നല്ല updated ആണ് ട്ടോ. അതെ അതെ. ഞാനെല്ലാം അറിയുന്നുണ്ടല്ലോ. മാവില് അവിടെയാണെങ്കിൽ ആ സെറ്റപ്പ് ഉണ്ട്. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഏത് അല്ല പപ്പടത്തിന്റെ പേരിലേ കണ്ട മാവേലി ആരെങ്കിലും തരും. മാവേലി ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ ഓണം ആഘോഷിക്കുന്നത് തന്നെ. മാവേലിക്ക് എവിടെ നിന്ന് കിട്ടി? അല്ല പപ്പടത്തിന്റെ കാര്യം ഇത്ര അല്ല ഞാനെല്ലാം അറിയുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. കൊല്ലം കം ടു ദ പോയിന്റ്. എനിക്കും കുഞ്ഞിലെ ഉള്ളതാണ്. കുഞ്ഞിലെ വീട്ടില് അമ്മ അപ്പ ചേട്ടൻ ഞങ്ങളെല്ലാവരുടെ ഓണം ആഘോഷിക്കുന്നതാണ് ഓർമ്മയുള്ളത്. അത് ഇതുപോലെ എന്താ തൊടിയിലൊക്കെ പോയിട്ട് പിന്നെ പൂവൊക്കെ പറിച്ച് തൊടിയിലൊക്കെ പോവോ? ചെറുതായിട്ടൊക്കെ ഉമ്മ പറയണതാണ്. അല്ല തൊടിന്ന് പറയുന്ന പൂവിന്റെ പേര് പറഞ്ഞ തുമ്പ. തുമ്പ അത് അറിയില്ലോ. തെച്ചിപ്പൂ തുമ്പ. ഓക്കെ അടുത്തത് പിന്നെ എനിക്കറിയില്ല പൂവിന്റെ പേരൊന്നും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ തൊടിയെ പറ്റി പൂ പറിക്കാനുണ്ട്. അതെ അതെ അതെ. ഓക്കെ ഇനി മാവേലിയുടെ ഓണം പറയൂ. എന്റെ ഓണം എന്ന് പറഞ്ഞ എന്തോ ഓരോ വർഷം വന്ന് ഇങ്ങനെ ഓണം ആഘോഷിച്ച് പോകും. അതെ. അന്ന് മാവേലി വന്ന സമയത്ത് ഇന്ന് 2026 വന്ന മാവേലിയുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ പറഞ്ഞില്ലേ ഈ ആൾക്കാരെല്ലാരും ഈ തൊടിയിലൊക്കെ ഇറങ്ങി പൂവൊക്കെ പറിച്ചിട്ട് വരുമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. എല്ലാം ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ ഒറിജിനൽ പൂ പോലും അല്ല എടുത്ത്. ഇത് നമ്മുടെ ഷിജിനെ ഡിസൈൻ ചെയ്ത പൂക്കളാണ്. ഞാൻ മേടിച്ചു കൊണ്ടുവന്ന പൂവിട്ടേക്കണേ. ഇത് പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പറയൂ. മാവേലിക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്തേ. കണ്ണടച്ചിട്ടില്ല. എന്തായാലും കൊള്ളാം. ഇപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരാതെ ഒറിജിനൽ പൂ കൂടണം. ഓക്കെ അപ്പൊ നമുക്ക് അതൊക്കെ പോട്ടെ. അതെ സദ്യയിലോട്ട് ഇനിയിപ്പോ നിന്റെ പറ വിശേഷങ്ങൾ. എന്റെ ഓണം എന്ന് പറഞ്ഞാല് എന്റെ ഓണമാണ് ഓണം. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഞങ്ങളെ ഫ്രണ്ട്സ് അല്ല ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് പറമ്പിലോട്ട് അങ്ങോട്ട് കയറും. ഇന്ന് പറമ്പൊന്നുമില്ല. ഇന്ന് 2 നല്ല വീട് മാത്രമേ ഉള്ളൂ. പറമ്പിലോട്ടൊക്കെ കയറി പറമ്പിലോട്ട് അതല്ല അത് സദ്യ കഴിഞ്ഞിട്ട് പറമ്പിലോട്ട് കയറി നമ്മള് 2 വാഴയൊക്കെ തള്ളിയിട്ടിട്ട് അതിന് ഓരോ എന്തിനാ ഈ വാഴയുടെ ഇത്ര ദേഷ്യം? നമ്മളും ഒരു വാഴയിൽ പോയി. ഓക്കെ അപ്പൊ വാഴയൊക്കെ തള്ളിയിട്ട് വാഴയിലൊക്കെ വെട്ടി വീട്ടില് സദ്യയൊക്കെ വിളമ്പി നല്ല സെറ്റപ്പിലൊക്കെ ഇരുന്ന് അന്നൊക്കെ സുഖമായിട്ട് ചമ്മണം മടങ്ങി ഇരിക്കാൻ പറ്റിയിരുന്നു. പറ്റുന്നില്ല, പ്രായമായി, ഭയങ്കര പാടാണ്. ഒരു സമയം കഴിയുമ്പോൾ ഇതുപോലെയാവും. അതെ അതെ. പിന്നെ ഇരിക്കാൻ നേരത്ത് വിജാഗിരിയുടെ ഒച്ചയൊക്കെ കേൾക്കാം. പക്ഷെ അത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മള് ചിലപ്പോ എന്താണ് 30 നേരെ 40-50 കടന്നു എന്ന് മനസ്സിലാവും. അതെ അതെ അതെ. അങ്ങനെ അടിപൊളിയായിട്ട് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 3 തരം പായസം ഉണ്ടാവും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാലട കഴിഞ്ഞ പരിപ്പ് പിന്നെ ഒരു അടപ്രഥമൻ. ഇത് 3 മസ്റ്റാണ്. ഇതെന്നും ഞാൻ വെറുതെ ഉള്ളതല്ല, എപ്പോഴും എന്റെ വീട്ടിലുണ്ടാവും. അതാ പഴവും പഴം പപ്പടവും. പഴം എന്ന് പറഞ്ഞാല് വെറുതെ പഴമല്ല, നമ്മുടെ പുഴുങ്ങിയ പഴം ഉണ്ടല്ലോ. പുഴുങ്ങിയ പഴവും പപ്പടവും പായസം കൂട്ടിയാണ് ഞാൻ കഴിക്കാറുള്ളത്. എന്റെ വീട്ടിൽ അങ്ങനെയാണ്. സദ്യക്ക് പുഴുങ്ങിയ പഴമുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ നാട് എവിടെ? തൃശ്ശൂരാണ്. ഞങ്ങൾ തൃശ്ശൂർകാര് ഭയങ്കര വെറൈറ്റി ആണ്. പുഴുങ്ങിയ പഴം തൃശ്ശൂർകാർക്ക് അറിയാവോ? അപ്പൊ അത് എനിക്കറിയില്ല, ഞാൻ കഴിക്കാറുണ്ട്. എന്തായാലും ഇപ്പൊ ഇരുന്ന് പുഴുകി. ഇനി നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് വിളമ്പിയാലോ? പുഴുകിയ പഴം ഇത് കേറിപ്പോവും. പുഴുകിയ പഴം ഉറപ്പാ. മാവിലി ഞാനേ താഴത്തോട്ട് പോകുമ്പോ നീ മിക്കവാറും മേലോട്ടായിരിക്കും. ഞാൻ പറയട്ടെ, പൊറോട്ടയും പാലട പ്രഥമനും കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? പൊറോട്ടയും ഉണ്ട്. അതായത് ഡിഫറെന്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. പൊറോട്ടയോടൊപ്പം പാലട പ്രഥമനൊക്കെ കൂട്ടി കഴിക്കുക, അത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതുപോലെ പുഴുങ്ങിയ പഴം പപ്പടം പായസം കൂട്ടി കഴിക്കുക. കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറയൂ. സംഭവം അറിയാം. ഈ പൊറോട്ടയും പ്രഥമനും അല്ലേ നിങ്ങൾക്ക് പരീക്ഷിക്കാം, എനിക്ക് പറ്റൂല. ഇതൊക്കെ അഴിച്ചിടാൻ ഇത്തിരി പാടാ. അങ്ങനെ സദ്യ കഴിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. എന്നാലും വൈകിട്ടൊന്ന് കടിച്ചു പറിക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിലും സുഖം ഉണ്ടോ? സന്തോഷാണ്. പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരുകാരിയാണ്. ഞങ്ങൾക്ക് ഈ ചിക്കൻ ഇല്ലാതെ സദ്യ ഇങ്ങനെ ഇറങ്ങില്ല. ചിക്കിങ്ങനെ നല്ലൊരു ഓഫർ ഉണ്ട് ഇപ്പൊ. എന്താന്ന് പറഞ്ഞോടത്തെ, അതായത് 599 6 പീസ് ചിക്കനും 6 പീസ് ഹോട്ട് വിങ്സും കിട്ടും. അതുപോലെ 899 6 പീസ് ചിക്കനും 6 പീസ് ഹോട്ട് വിങ്സും 3 ഫ്രൈസും 3 ഡിപ്പും 3 ഡ്രിങ്ക്സും ഉണ്ട്. അതുപോലെ 1199 ആണെങ്കിൽ 12 പീസ് ചിക്കനും 5 ഡിപ്സും 5 ഡ്രിങ്ക്സും കിട്ടും. അടിപൊളി. അത് കൊള്ളാലോ. അപ്പൊ ഉച്ചക്ക് ഓണ സദ്യ, വൈകിട്ട് ചിക്കൻ പാർട്ടി. അത് കാലക്കി. ഇനിയിപ്പോ നമ്മൾ എന്തിനു കൊണ്ടുവന്നേന്ന് അറിയോ? കടിച്ചു പറിക്കല്ലേ? അല്ല അതിപ്പോ എനിക്കിപ്പോ വേണ്ട. ഒരു കാര്യം, ഇപ്പൊ മത്സരത്തിൽ വിജയിച്ചവരുണ്ടല്ലോ, രുചിച്ചു നോക്കി അവർക്ക് തന്നെ കൊടുത്തേക്കാം. മാവേലി തന്നെ കൊടുത്തോളൂ. ഞാൻ തന്നെ.
അപ്പൊ ഒരു ചെറിയൊരു കയ്യടി കൊടുത്തേ അവർക്ക്. അപ്പൊ പോയി കളിച്ചു. താങ്ക് യു. ഇതിവിടെ ആ പിടിക്ക്, രണ്ടുപേരും കൂടെ പിടിച്ചു. അപ്പൊ നിങ്ങളും കൊണ്ടുപോയി. അപ്പൊ എല്ലാവർക്കും ചിക്കിങ്ങിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസ. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് മാവേലി പാതാളത്തിലേക്ക് തിരിച്ചു പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മാവേലി നമ്മുടെ കൂടെയുള്ള ഓണം? നിങ്ങളുടെ കൂടെ കൂടിയിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഇല്ല, ഇവിടെ നിന്ന് പോണ്ട. ഗംഭീരമായിരുന്നു കേട്ടോ. ആണോ? അടിപൊളി, നല്ല ഓണാഘോഷം. എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഓരോ ഗെയിമുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയല്ലേ എല്ലാരും? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ കൂടിയിട്ടില്ലേ, ഞാൻ വെറും മാവേലിയല്ല, പിന്നെ പൂക്കി മാവേലി. ഓ അപ്പൊ അടുത്ത വർഷം ഞാൻ വരണം, വന്നിരിക്കും, നിങ്ങളുടെ കൂടെ തന്നെ ഓണം ആഘോഷിക്കും. ഞങ്ങളും കാത്തിരിക്കും അല്ലേ? അപ്പൊ എല്ലാരും ഹാപ്പിയാണല്ലോ. ഹാപ്പിയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പിടിച്ചാലോ? ഓക്കെ. ആർപ്പോ ഹീറോ ഹീറോ ഹീറോ